ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഡിസ്പ്ലേ ഹോമാണ്. അതായത് നമ്മളൊരു പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ഡിസ്പ്ലേ ഹോം വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പ്ലാൻ കിട്ടും. നമുക്ക് എങ്ങനെ ഒരു വീട് വെക്കണം എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ നമുക്ക് ഇത് വിസിറ്റ് ചെയ്യുന്നതിലൂടെ കിട്ടാൻ സാധിക്കുന്നത് ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് അവർ കുറേ വീടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അതിനകത്ത് പല ലാൻഡ് സൈസിലുള്ളത്, അതായത് 1 സ്റ്റോറി 2 സ്റ്റോറി ഹൗസസുകൾ ഇഷ്ടംപോലെ നമുക്കവിടെ ഉണ്ട്. നമുക്കതിനകത്ത് ഇഷ്ടപ്പെട്ട പ്ലാൻ നമുക്കിങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർ നമുക്കത് കസ്റ്റം ചെയ്ത് തരുന്നതുമായിരിക്കും. എനിക്കിഷ്ടപ്പെട്ട ഒരു വീടാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഞാൻ 2-3-4 വീട് വിസിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരു പ്ലാനാണ് ഇത്. ഈ പ്ലാനിൽ തന്നെയാണെങ്കിൽ നമുക്ക് 4 ബെഡ്റൂമുണ്ട്, അതുപോലെ തന്നെ തിയേറ്റർ റൂമുണ്ട്, അതുപോലെ തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ വോക്കിംഗ് ഡ്രോബ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അതിൻ്റെ കിച്ചണിലുള്ള വോക്കിൻ പാൻട്രി. അതായത് നമുക്കതൊരു സെക്കൻഡ് കിച്ചണായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ലിനൻ റൂം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ റൂമിലും വലിയ വാക്കിംഗ് റൂമുണ്ട്. അതുപോലെ തന്നെ ലോണ്ട്രിയിലാണെങ്കിലും അവിടെയും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു വീടാണ് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റാണ് സ്റ്റഡി ഏരിയ. അതായത് ഒരു ഓപ്പൺ സ്റ്റഡി ഏരിയ പോലെ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് നമുക്ക് പിള്ളേർ എന്താ അവിടെ ചെയ്യുന്നതും പഠിക്കുന്നതും എല്ലാം നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്ന ഒരു നല്ലൊരു പ്ലാനായിട്ട് എനിക്ക് തോന്നിട്ടോ. ഇതൊരു 1 സ്റ്റോറി ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തുള്ള ആൽഫ്രസ്കോയിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് ചായ കുടിക്കാനും പിള്ളേരോടൊപ്പം കളിക്കാനും എല്ലാത്തിനും പറ്റിയൊരു നല്ലൊരു പ്ലാനായിട്ട് എനിക്ക് തോന്നി.